ഈ ഭീകരവാദവും തീവ്രവാദവുമൊക്കെ ഇന്ന് സുലഭമായി മാറിക്കഴിഞ്ഞു. ഭാര്യാഭർത്താക്കന്മാർക്കിടയിൽ ഉണ്ടാകുന്ന വഴക്കുകളിലെ ചില അല്ലറ ചില്ലറ തർക്കങ്ങളിൽ പോലും ഭീകരവാദവും തീവ്രവാദവും ഒക്കെ കടന്നു വരുന്ന സാഹചര്യത്തിലാണ് നമ്മൾ ഉള്ളത്. തന്നെയുമല്ല, പ്രത്യേകിച്ച് ഇസ്ലാം മതം ഉപേക്ഷിച്ച ഒരു വ്യക്തിയാകുമ്പോൾ അദ്ദേഹത്തെ ചുറ്റിപ്പറ്റിയുള്ള വാർത്തകൾക്ക് കുറച്ചുകൂടി എരിവും പൊളിവും ഒക്കെ കിട്ടും, കുറച്ച് ഓഡിയൻസ് കൂടുതലായിട്ട് കിട്ടും. കാരണം നമ്മുടെ സമാധാന മതം ഉപേക്ഷിക്കുന്ന ആളാകുമ്പോൾ പറയാനില്ലല്ലോ, സ്വാഭാവികമാണ്. പറഞ്ഞു വരുന്നത്, സുലൈമാൻ തുർക്കി എന്ന ഒരു മതപണ്ഡിതൻ ഇസ്ലാം മത പാഠശാലകളിൽ പഠിച്ച് ദർസുകളിൽ പഠിച്ച് ജുമുഅ കുത്തുബയ്ക്കു വരെ പോയിരുന്ന ഒരു വ്യക്തിയായിരുന്നു സുലൈമാൻ തുർക്കി. അദ്ദേഹം ഇസ്ലാം മതം എന്താണ് എന്ന് ശരിക്കും മനസ്സിലാക്കി ഈ മതത്തിന്റെ പൈശാചികതകളും ഈ കാലഘട്ടത്തിന് യോജിക്കാത്ത മാനവ വിരുദ്ധമായിട്ടുള്ള ആശയങ്ങളും ഈ ഗ്രന്ഥത്തിനകത്ത് മനസ്സിലാക്കി. അങ്ങനെ ഈ മതം തന്നെ ഉപേക്ഷിക്കുവാണ് സുലൈമാൻ തുർക്കി. അങ്ങനെയാണ് അദ്ദേഹം മാരിയോ ജോസഫ് എന്ന പേര് സ്വീകരിക്കുകയും ഫിലോക്കാലിയ അങ്ങനെ എങ്ങാണ്ട് ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് ഒക്കെ ഉണ്ട് അദ്ദേഹത്തിന്. ഇപ്പോ അദ്ദേഹത്തെ തീവ്രവാദിയാക്കുന്നു, അദ്ദേഹത്തിന്റെ ഭാര്യയെ കള്ളിയാക്കുന്നു. നമുക്കറിയില്ല ഇതിന്റെ യാഥാർത്ഥ്യം എന്താണ്. സ്വാഭാവികമായിട്ടും നമ്മൾ ചിന്തിക്കും, രണ്ട് ദമ്പതികൾക്കിടയിലുള്ള വിഷയങ്ങളാണ്. ഇതിനകത്ത് മാധ്യമങ്ങൾക്ക് എന്താണ് പ്രസക്തി എന്ന് സ്വാഭാവികമായിട്ടും ചോദിച്ചേക്കാം. നമ്മളാണെങ്കിലും അങ്ങനെ തന്നെ ചിന്തിക്കും. കാരണം ഒരു കുടുംബമാകുമ്പോൾ ചില അല്ലറ ചില്ലറ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും, സ്വാഭാവികമാണ്. പക്ഷെ അതൊക്കെ ഇങ്ങനെ വാർത്തയാക്കേണ്ടുന്ന കാര്യമുണ്ടോ എന്ന ഒരു ചോദ്യമുണ്ട്. അപ്പൊ എൻ്റെ കയ്യിൽ ഒരു വീഡിയോ ദൃശ്യം കിട്ടിയിട്ടുണ്ട്. എന്തായിരുന്നാലും ആ വീട്ടിനകത്തുള്ള ആരെങ്കിലും ഈ വീഡിയോ പുറത്തു വിടാതെ, മാധ്യമങ്ങൾക്ക് കൊടുക്കാതെ, ഭാര്യയോ ഭർത്താവോ ഇത് റെക്കോർഡ് ചെയ്യാതെ ഈ വീഡിയോ പുറത്തു വരില്ലല്ലോ. അതുകൊണ്ട് മാത്രം ഞാൻ ആ വീഡിയോ നിങ്ങളെ ഒന്ന് കാണിക്കാം. ഇതിനകത്ത് അടിയും പിടിയും വല്ലതും ഉണ്ടെങ്കിൽ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈനിന്റെ എതിരായിട്ട് വരും കേട്ടോ. നോക്കട്ടെ ആദ്യം. ഈ കുഞ്ഞുങ്ങൾക്ക് അമ്മ ഇല്ലാണ്ടാക്കരുത്. അതാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് ഈ കുഞ്ഞുങ്ങൾക്ക് അമ്മ ഇല്ലാണ്ടാക്കരുത്. നിങ്ങളെന്നെ ഈ നമ്മളുടെ ഫിലോക്കാലിയെ തട്ടിയെടുത്ത് നിങ്ങൾ ഡയറക്ടറായി രഹസ്യമായിട്ട് ചതിച്ചെടുത്ത് ഡയറക്ടറായി, എന്നിട്ട് നിങ്ങൾ രഹസ്യമായിട്ട് നിങ്ങൾ മൂന്നുപേർ ഗൂഢാലോചന നടത്തി എന്നെ അതിക്രൂരമായിട്ട് എന്നെ ക്രിമിനലായിട്ട് സന്തോഷമായിട്ട് ഗൂഢാലോചന നടത്തി കേസ് കൊടുക്കുന്നു, കാര്യങ്ങൾ ചെയ്യുന്നു, നിങ്ങൾ ഗൂഢാലോചന നടത്തുന്നു. സ്വന്തം ഫിലോക്കാലിയുടെ ക്രിമിനലിലേക്ക് തട്ടിയെടുത്ത് നിങ്ങൾ ഫണ്ട് താഴ്ന്നത്, നിങ്ങൾ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്നു PKF എന്ന് പറഞ്ഞ പേരില്. അതൊരു തീവ്രവാദ സംഘടന. ഞാൻ പല പ്രാവശ്യം വന്നോണ്ട് അത് ചെയ്യരുതേ, അത് കൂട്ടി നിൽക്കരുതേ. ഈസ് അൺസ്റ്റേബിൾ നൗ. ഞാൻ ഇപ്പൊ പറഞ്ഞു, ഇതുവരെ ഞാൻ നിങ്ങളുടെ ആ വാക്ക് പറഞ്ഞിട്ടില്ല. ഈസ് അൺസ്റ്റേബിൾ നൗ. ഇത്രയും പ്രായവും ബുദ്ധിയും ബോധമുള്ള നിങ്ങൾ ആ മനുഷ്യന്റെ കൂടെ കൂട്ടി നിൽക്കുന്നു. നിങ്ങൾ എന്നിട്ട് വക്കീലിന്റെ മുന്നിൽ വന്ന് പറഞ്ഞു ഇവിടെ ഭയങ്കര മോശം പ്രവർത്തനമാണ്, ഇതെന്നെ കുടുംബ ട്രസ്റ്റാണ്, ഞാൻ നന്നാക്കാൻ പോവാ കുടുംബ ട്രസ്റ്റിൽ നിന്ന്. എന്ത് മോശം പ്രവർത്തനമാ മാഷെ, എന്ത് മോശം പ്രവർത്തനമാ. അത് റെക്കോർഡറാണ്. ഞാൻ അയച്ചത് ആ ബില്ല് ഞാൻ അയച്ചതരാം. ഞാൻ വന്നുള്ളൂ. നമുക്ക് പോലീസ് സ്റ്റേഷൻ പോകാം. മതി അതിവിടെ അതൊന്നും സംസാരിക്കും. ഞാൻ പറയാം വിട്ടാക്കോ, ഞാൻ പറയാം. ഹോസ്പിറ്റലിൽ പോകണ്ട, മതി. ഞാനിത് കാണിക്കാൻ വേണ്ടി മാത്രമേ വന്നുള്ളൂ. വേണ്ട, മതി, നീ സംസാരിക്കണ്ട, മതി പോ. എനിക്ക് മതി മക്കളെ, ഉണ്ട്, നീ പേടിക്കണ്ട. മതി, നീ അമ്മയ്ക്കൊള്ള സമയത്തില്ല. മതി മതി മക്കളെ, മതി ഈശോ കാണുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് പണി തരും.
നീ പറഞ്ഞതുകൊണ്ട് വന്നു മതി. ആ അത് തന്നെ അത് ഓർത്തോ നിങ്ങൾ അത് ഓർത്തെന്നല്ല. ഈ സംഭവത്തിന് ശേഷമാണ് അവർ ആശുപത്രിയിൽ പോയതും. അപ്പം ഇതാണ് നമുക്ക് ലീക്കായി കിട്ടിയിരിക്കുന്ന വീഡിയോ. മറുനാടൻ ഷാജനാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്, ഈ വീഡിയോ പുറത്തുവിട്ടിരിക്കുന്നത്. അപ്പോ ഫിലോകാലിയ എന്ന പേരിൽ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് തുടങ്ങി. അങ്ങനെ ഇവര് എന്തൊക്കെയോ ചെയ്തു വന്നിരുന്നു. അദ്ദേഹം പറഞ്ഞ, നമുക്ക് ആര് പറഞ്ഞാലും ശരി, നല്ലതാണെങ്കിൽ അതിനെ എടുക്കുക എന്നതാണ് എൻ്റെ രീതി. അതല്ലാതെ ഒരു കുടുംബ തർക്കത്തെ, അതല്ലെങ്കിൽ ഒരു കുടുംബപരമായിട്ട് ചട്ടിയും കലവാകുമ്പോൾ തട്ടിയും മുട്ടിയും ഒക്കെ ഇരിക്കും, അതൊക്കെ സർവ്വസാധാരണമാണ്. ഇപ്പൊ കള്ള ഒപ്പിട്ടെന്നോ ധ്യാന ലീഡർമാരെ കബളിപ്പിച്ചെന്നോ അങ്ങനെ പലതും പറയുന്നുണ്ട്. അപ്പൊ ഈ കുട്ടികൾ പറയുന്നു, അമ്മേ ദൈവം എന്ന ഒരാൾ ഉണ്ട്, നിങ്ങളുടെ ദേഹത്ത് പിശാചു കൂടിയിരിക്കുവാണ് എന്നൊക്കെ കുട്ടികൾ പറയുന്നുണ്ട്. എന്തായിരുന്നാലും ശരി, ഈ സുലൈമാൻ തുർക്കി എന്ന് പറയുന്ന മാരിയോ ജോസഫിന് തീവ്രവാദ സംഘടനകളുമായി ബന്ധമുണ്ട് എന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ നടത്തുന്നത് മാരിയോ ജോസഫിന്റെ സഹധർമ്മിണിയായിട്ടുള്ള ജിജി ആണ്. ജിജി മാരിയോ ജോസഫ് എന്ന വ്യക്തിക്ക് തീവ്രവാദ സംഘടനകളുമായി ബന്ധമുണ്ടെന്നും പരിക്കേറ്റ് രക്തം വാർന്ന് ഭാര്യ ജിജി മാരിയോ വെളിപ്പെടുത്തിയതാണ്. ആശുപത്രിയിൽ പോലും പോകുന്നതിന് മുമ്പുള്ള വെളിപ്പെടുത്തൽ. ഭർത്താവിന് തീവ്രവാദ സംഘടനകളുമായി ബന്ധമുണ്ട് എന്നതിൽ അവർ ഉറച്ചു നിൽക്കും. ഈ ചാരിറ്റബിൾ ട്രസ്റ്റിൽ നിന്നും ലഭിക്കുന്ന ഫണ്ട് ദുരുപയോഗം ചെയ്യുന്നുണ്ടെന്നും അതിനൊരിക്കലും താൻ കൂട്ടുനിൽക്കില്ല എന്നുമാണ് അവർ ആ വീഡിയോയ്ക്കകത്ത് പറയുന്നത്. പക്ഷേ ജിജി മാരിയോ വീഡിയോയിലൂടെ വെളിപ്പെടുത്തുന്ന ഇത്തരം വസ്തുതകൾക്ക് മറുപടി പറയേണ്ടത് മാരിയോ ജോസഫ് എന്ന് പറയുന്ന സുലൈമാൻ തുർക്കിയാണ്. ക്രൂരമായ മർദ്ദനത്തിന് ഇരയായിട്ടുള്ള ജിജി രക്തം വാർന്നു നിൽക്കുമ്പോഴാണ് ഈ വേദനിക്കുന്ന വെളിപ്പെടുത്തൽ നടത്തുന്നത് എന്നതും ശ്രദ്ധേയമാണ്. ഒരു മരണമൊഴി പോലെ വ്യക്തമായും കൃത്യമായും മറുവശത്തിരിക്കുന്ന ആളോട് ഭർത്താവ് മാരിയോയുടെ ഭീകര ബന്ധത്തെക്കുറിച്ച് പറയുന്ന വീഡിയോ ആണ് പുറത്തു വന്നിരിക്കുന്നത്. മാരിയോ ജോസഫിനും ഭാര്യ ജിജി മാരിയോയും തമ്മിലുണ്ടായ അടിപിടി ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ വലിയ രൂപത്തിൽ ചർച്ചയ്ക്ക് വിധേയമായിട്ടുണ്ട്. ഇതിന് പിന്നാലെയാണ് ഈ രൂപത്തിൽ ഒരു വീഡിയോ ദൃശ്യം കൂടി പുറത്തു വരുന്നത്. അപ്പോ പുരുഷൻ തന്റെ ഭാര്യയെ തന്നെ പോലെ സ്നേഹിക്കണം എന്ന് പ്രസംഗിച്ച മാരിയോ ജോസഫ്, ഭാര്യ ഭർത്താവിന് വിധേയപ്പെട്ട് ജീവിക്കണം, അയാളുടെ മുഖം സൂക്ഷിച്ചു നോക്കിയിട്ടുണ്ടോ, അയാളുടെ തലയിലെ നര സൂക്ഷിച്ചു നോക്കിയിട്ടുണ്ടോ, അയാളെ നിങ്ങൾ ചുംബിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചിരുന്ന വ്യക്തിയാണ് മോട്ടിവേഷൻ ട്രെയിനിങ് ഒക്കെ കൊടുത്തിരുന്ന ജിജി മാരിയോ. ഇവര് തമ്മില് ഇങ്ങനെ ഒരു കലഹം നടന്നതോടുകൂടി സോഷ്യൽ മീഡിയയിൽ പലരും ഈ വിഷയത്തിൽ ശക്തമായിട്ടൊരു പ്രതികരണവുമായി രംഗത്ത് വരും. ചാലക്കുടി ഫിലോകാലിയ ഫൗണ്ടേഷൻ നടത്തിപ്പുകാരാണ് ഭാര്യയും ഭർത്താവും. അപ്പൊ ജിജി മാരിയോയും മാരിയോ ജോസഫും പ്രൊഫഷണൽ പ്രശ്നങ്ങൾക്ക്, മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾക്ക് പ്രൊഫഷണലായിട്ട് പരിഹാരം കണ്ടുകൊണ്ടിരുന്ന ആളാണ്. അപ്പോൾ ഇവരുടെ തന്നെ കുടുംബ പ്രശ്നങ്ങൾ കാരണം 9 മാസത്തോളമായി രണ്ടുപേരും അകന്നാണ് ജീവിച്ചു. പ്രശ്നം പറഞ്ഞു തീർക്കുന്നതിന് വേണ്ടി ഒക്ടോബർ 25 വൈകിട്ട് 5:30 മണിക്ക് ജിജി ഭർത്താവായിട്ടുള്ള മാരിയോയുടെ വീട്ടിലെത്തുന്നതാണ് ആ ദൃശ്യം. പ്രശ്നങ്ങൾ സംസാരിക്കുന്നതിനിടയിൽ തർക്കം രൂക്ഷമായി. അങ്ങനെ സെട്ടോ ബോക്സ് എടുത്തിട്ട് മാരിയോ ജിജിയുടെ തലക്കടിച്ചു പൊട്ടിച്ചു, ഇടത് കൈയിൽ കടിച്ചു പറിച്ചു.
തലമുടി പിടിച്ചു വലിച്ചു നിലത്തിട്ടു. അങ്ങനെ ദേഹോപദ്രവമേൽപ്പിച്ചു എന്നും കയ്യിലുള്ള 70,000 രൂപയുടെ ഫോൺ എറിഞ്ഞു പൊട്ടിച്ചു എന്നുമാണ് ജിജി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരിക്കുന്നത്. അതവരുടെ കുടുംബ പ്രശ്നമാണ്. അതൊന്നും നമ്മളെ ബാധിക്കുന്ന പ്രശ്നമല്ല. പക്ഷെ ഇത് സോഷ്യൽ മീഡിയയിൽ വരുമ്പോൾ ഇതാരാണ് ഈ പറയുന്നത്? ഇന്നലെ വരെ മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചിരുന്ന വ്യക്തികളാകുമ്പോഴാണ് ഈ പ്രശ്നം സമൂഹ മാധ്യമങ്ങളിൽ ശക്തമായിട്ടുള്ള വിമർശനങ്ങൾക്ക് വിധേയമാകുന്നത്. ഫിലോകാലിയ എന്ന പദത്തിന്റെ അർത്ഥം ശാന്തിയും സമാധാനവും, സ്നേഹം കണ്ടെത്തിയും അന്വേഷിച്ചും അനുഭവിക്കുക എന്നതാണെന്നാണ് ഇവര് പറയുന്നത്. ഗ്രീക്ക് പദമാണ്. ഇത്തരത്തിലൊരു സ്ഥാപനം ചാലക്കുടിയിൽ ഇന്ന് പ്രവർത്തിക്കുന്നു. ഫിലോകാലിയ ഫൗണ്ടേഷൻ സാധാരണക്കാർക്ക്, ഒരുപാട് പേർക്ക് വീടുകൾ വെച്ചു കൊടുത്ത ഒരു പ്രസ്ഥാനമാണ് എന്ന് പറയപ്പെടുന്നു. പക്ഷേ ഇവരുടെ ധ്യാന വഴിയിലെ ഉപദേശം പല കുടുംബങ്ങളിലും വലിയ രൂപത്തിൽ പ്രശ്നമായി മാറിയിട്ടുണ്ട്. അതിന്റെ കാരണം ആരും തിരിച്ചറിയില്ല. കുടുംബങ്ങളെ ഒരുമിപ്പിക്കാൻ നടന്ന ഫിലോകാലിയ ഫൗണ്ടേഷൻ ഈ വാചകം ഇനി അവർക്ക് ചേരില്ല എന്നും ധ്യാനമാർഗത്തിൽ കുടുംബങ്ങളും അതുപോലെ കുടുംബ കൗൺസിലിങ്ങുകള്, കുടുംബപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഒത്തുതീർപ്പാക്കുക, മോട്ടിവേഷൻ ക്ലാസ്സുകളൊക്കെ നടത്തി സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രശസ്തരായിട്ടുള്ള ദമ്പതിമാർ പരസ്പരം തർക്കിച്ചതാണ് ഇന്ന് സോഷ്യൽ മീഡിയയിലെ പ്രധാനപ്പെട്ട ഒരു വിഷയം. തന്നെ മർദ്ദിച്ചു എന്ന ഭാര്യയുടെ പരാതിയിൽ ഭർത്താവിനെതിരെ പോലീസ് കേസെടുത്തു. അപ്പോ സോഷ്യൽ മീഡിയയിലെ അപവാദ പ്രചരണങ്ങൾ അടക്കം ഇന്ന് പുറത്തു വരുന്നുണ്ട്. മുൻകൂർ ജാമ്യം കിട്ടിയാൽ ഭർത്താവ് പുറത്തു വരും. പിന്നെ വാർത്താ സമ്മേളനവും ഉണ്ടായേക്കാം. ഇതോടെ ഫിലോകാലിയയിൽ കൂട്ടപ്പോര് നടക്കും. അതിനിടയിൽ എന്താണ് അവിടെ നടന്നത് എന്ന് തിരിച്ചറിയുന്നതിനു വേണ്ടിയാണ് പലപ്പോഴും മാധ്യമങ്ങൾ ഇടപെട്ടത്. പണം മാത്രം ആഗ്രഹിച്ചിട്ടുള്ള ജീവിതമാണ് എല്ലാ പ്രശ്നത്തിനും അടിസ്ഥാന കാരണമെന്നാണ് ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ നമുക്ക് അറിയാൻ പറ്റുന്നത്. മുരിങ്ങൂർ ഡിവൈൻ സ്നേഹനഗറില് തുർക്കി വീട്ടിൽ മാരിയോ ജോസഫ് എന്ന 47-കാരനും ഭാര്യ ജിജി മാരിയോ ജോസഫും തമ്മിലുണ്ടായ തർക്കം. തന്നെ മർദ്ദിച്ചു. ഇതിന് പിന്നാലെയാണ് ഭർത്താവിനെതിരെ രൂക്ഷമായിട്ടുള്ള ആരോപണവുമായി മാരിയോ ജോസഫ് വരുന്നത്, ജിജി മാരിയോ വരുന്നത്. അപ്പോ 1,60,000 രൂപയുടെ നാശനഷ്ടങ്ങൾ തനിക്കുണ്ടായി എന്നും സൈബർ ക്രൈം നടന്നു എന്നും ജിജി പറയുന്നു. ഇതിനകത്ത് നമ്മൾ അണ്ടർലൈൻ ചെയ്യേണ്ടുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നം തീവ്രവാദം. ഇവിടെ ആർക്കാണെങ്കിലും ശരി തീവ്രവാദ ബന്ധങ്ങൾ ഉണ്ട് എന്ന് തെളിഞ്ഞാൽ, ഇനിയും കൊല്ലത്ത സുലൈമാനല്ല, ഇതിനപ്പുറത്തുള്ള ആളാണെങ്കിലും ശരി, നമ്മൾ അതിന്റെ സത്യാവസ്ഥ എന്താണ് എന്ന് അന്വേഷിക്കും. ഇവർ രണ്ടുപേരും തമ്മിൽ ശക്തമായിട്ടുള്ള ഈഗോ ഉണ്ടായിട്ടുണ്ടെന്നും അതിന്റെ പേരിലാണ് ഇവർക്കിടയിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടായത് എന്നുമാണ് പൊതുവിൽ പറയപ്പെടുന്നത്. ഇവർക്ക് സാമ്പത്തിക അത്യാഗ്രഹം കൂടി, അതാണ് ഇവർക്ക് വില്ലനായത്. പിന്നെ പുതിയ ഒരു ട്രസ്റ്റ് തുടങ്ങി, അതിന് പിന്നാലെ സംഭാവന സ്വീകരിച്ചു തുടങ്ങിയതോടുകൂടിയാണ് തർക്കം രൂക്ഷമായത്. തമ്മിൽ തല്ലിക്കൊണ്ടിരിക്കുമ്പോഴും നാട്ടുകാരെ ഉപദേശിച്ച് നന്നാക്കുന്നതിനു വേണ്ടി മോട്ടിവേഷൻ ദമ്പതികൾ പ്രസംഗങ്ങളുമായി ഇറങ്ങി എന്നുമാണ് ഇപ്പോൾ മാധ്യമങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പക്ഷേ ഇതിനകത്തുള്ള പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, ഈ മാരിയോ ജോസഫും ജിജി മാരിയോയ്ക്കെതിരെ ഒരുപാട് വെളിപ്പെടുത്തലുകൾ നടന്നു. അടിക്കാൻ കാരണമുണ്ട് എന്നവർ പറയുന്നു. ജിജി എന്റെ കള്ള ഒപ്പിട്ട് ചെക്കുകൾ മാറി എന്നാണ് മാരിയോ ജോസഫ് എന്ന സുലൈമാൻ തുർക്കി പറയുന്നത്. ഇത്തരം കാര്യങ്ങൾ ചോദ്യം ചെയ്തപ്പോൾ എന്നെ പിച്ചാത്തിക്കു കുത്തി എന്ന് സുലൈമാൻ തുർക്കി പറയുന്നുണ്ട്. കത്തിക്കുത്തി ഏൽക്കാതിരിക്കാൻ ഞാൻ ഒഴിഞ്ഞു മാറിയപ്പോൾ എന്റെ കൈയുടെ മസിൽ തുളഞ്ഞ് കത്തി കയറുകയായിരുന്നു എന്നും, ചോര ഒലിപ്പിച്ച് കൊരട്ടി പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ പോലീസ് പറഞ്ഞു ഇത് കേസാക്കിയാൽ നാറും. ഭാര്യ ജിജി മാരിയോ മദ്യലഹരിയിൽ ഭർത്താവിനെ കുത്തിക്കൊല്ലാൻ ശ്രമിച്ചു എന്ന് മാധ്യമങ്ങളിൽ വാർത്ത വരും. നിങ്ങളുടെ കുട്ടികളെ ഓർത്തത് കേസാക്കണ്ട എന്ന് കൊരട്ടി പോലീസ് പറഞ്ഞു എന്നാണ് മാരിയോ ജോസഫ് പറയുന്നത്. ജിജി മാരിയോ മദ്യപിച്ചിരുന്നു എന്നും
ഈസ്റ്റർ ദിവസത്തിലായിരുന്നു കത്തിക്കുത്തെന്നും സൂചന നൽകുകയായിരുന്നു മാരിയോ ജോസഫ്. മദ്യപിച്ച ആരോപണം വരുന്നതോടുകൂടി ദമ്പതിമാരുടെ മോട്ടിവേഷൻ ക്ലാസും ധ്യാനിപ്പിക്കൽ വിശ്വാസ്യതയും ഒക്കെ പറഞ്ഞ സന്ദേശങ്ങൾ കൂടുതൽ വൈറലായി. മാരിയോ ജോസഫ് തന്റെ സഹപ്രവർത്തകർക്കൊപ്പം ഇരുന്നാണ് ഭാര്യയ്ക്കെതിരെ വെളിപ്പെടുത്തൽ നടത്തിയത്. എന്നാൽ വിവാഹബന്ധം പിരിയാതെ സ്വന്തം ഭാര്യയായിട്ട് തന്നെ കഴിയുന്ന ഒരു സ്ത്രീക്കെതിരെ ഇങ്ങനെ വിളിച്ചു പറയാൻ നിനക്ക് നാണമില്ലേടാ നാറി എന്നുള്ള കമന്റുകളാണ് അനേകവും മാരിയോ ജോസഫിനെതിരെ വരുന്നത്. ജിജി മാരിയോ ട്രസ്റ്റിന്റെ പണം മോഷ്ടിച്ച് കോടികൾ മുടക്കി സഹോദരന് വീട് വെച്ചു കൊടുത്തു എന്നും മാരിയോ ജോസഫ് ആരോപിക്കുന്നുണ്ട്. ഇതിന്റെ ചിത്രവും അദ്ദേഹം പുറത്തുവിട്ടിട്ടുണ്ട്. ജിജി മാരിയോയുടെ സഹോദരന്റെ വീട് ട്രസ്റ്റിന്റെ പണം അപഹരിച്ചു പണിതു എന്നാണ് മാരിയോ ജോസഫ് ആരോപിക്കുന്നത്. ഞാൻ TV ബോക്സിന് തലയ്ക്ക് അടിച്ചിട്ടില്ല. FIR-ൽ പറയുന്നത് എന്ത് ആണ് എന്ന് എനിക്കറിയില്ല എന്ന് അദ്ദേഹം പറയും. മാത്രമല്ല ആ വീട്ടിൽ TV ഇല്ലായിരുന്നു. എന്നാൽ ഞാൻ തല്ലി, അതിന് കാരണമുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് കള്ള ഒപ്പിന്റെ വിവരം മാരിയോ ജോസഫ് പുറത്തുവിടുന്നത്. കുടുംബമാകുമ്പോൾ ചട്ടിയും കലവുമാകുമ്പോൾ തട്ടിയും മുട്ടിയും ഒക്കെ ഇരിക്കും. നിങ്ങൾ ഭർത്താവിനെ സ്നേഹിക്കണം എന്ന് ജിജിയും ഭാര്യയെ സ്നേഹിക്കണം എന്ന് മാരിയോ ജോസഫും നിരന്തരം ഉപദേശിച്ച് നടന്നതുകൊണ്ടാണ് ഈ പ്രശ്നം സമൂഹ മാധ്യമങ്ങളിൽ ഇത്രയധികം ശ്രദ്ധ പിടിച്ചു പറ്റിയത്. പ്രത്യേകിച്ച് ഈ മാരിയോ ജോസഫ് എന്ന് പറയുന്ന വ്യക്തി ഇസ്ലാം വിട്ട വ്യക്തി കൂടി ആയതുകൊണ്ട് പറയാനില്ല. സംഗതി കുറച്ചുകൂടി കൊഴുക്കും. കാരണം നമ്മുടെ മതതീവ്രവാദികളെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെയുള്ള എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് അവർ കാത്തിരിക്കുവാണ്. മതം വിട്ടതുകൊണ്ടാണ് ഇങ്ങനെ എന്നൊക്കെ ഒന്ന് പറയുന്നതിന് വേണ്ടി. സാരമില്ല, മനുഷ്യനല്ലേ, അവർക്കിടയിൽ അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാകും. ചിലപ്പോൾ അത് ഇണങ്ങിയും പിണങ്ങിയും പരിഹരിച്ചും അതല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ പരസ്പരം വന്ന് സംസാരിച്ചുമൊക്കെ ആ പ്രശ്നങ്ങൾ പരിഹരിപ്പിക്കാറുണ്ട്. ഇവരുടെ ധ്യാനിപ്പിക്കൽ ലീഡർ ജിജി മാരിയോ ഇവര് മദ്യപാനിയാണ്. അടിക്കാൻ കാരണമുണ്ടെന്നാണ്. കള്ള ഒപ്പിട്ട് ചെക്കുകളും അറിയോ? തീവ്രവാദ ബന്ധം ശരിയാണോ? അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയ്ക്കെത്തുവാണ്. ഒരുപാട് കാര്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയ്ക്കെത്തുന്നു. ഇന്ന് പലപ്പോഴും ഈ സമൂഹ മാധ്യമങ്ങൾ ഇങ്ങനെ തന്നെ നിൽക്കുന്നത് കൊണ്ടാണ് നമ്മൾ മുഖ്യധാരാ മാധ്യമങ്ങൾ മുക്കുന്ന പല വാർത്തകളും അറിയുന്നത്. പലയിടത്ത് നടക്കുന്ന സംഭവ വികാസങ്ങളെ കുറിച്ചും സോഷ്യൽ മീഡിയയിലാണ് അറിവുകൾ വരുന്നത്. കാരണം മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് അവരുടേതായിട്ടുള്ള രൂപത്തിലുള്ള രാഷ്ട്രീയമുണ്ട്, മതമുണ്ട്. വാർത്തകളോട് അവർക്ക് അവരുടേതായിട്ടുള്ള രൂപത്തിൽ ഒന്ന് വളയ്ക്കണം, ഒടിക്കണം, അങ്ങനെയൊക്കെയാണ്. ഇനിയും അതുപോട്ടെ. താലിബാൻ മോഡലില് ഒരു വിദ്യാഭ്യാസ രീതി, അതും MBBS പഠനം ഈ ഇന്ത്യക്കകത്ത് ഈ കേരളത്തിൽ നടക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും? മുമ്പ് തൃശൂർ മെഡിക്കൽ കോളേജില് 2 കുട്ടികൾ ഒരു റാസ്പുട്ടിന്റെ ചുവടുകൾ വെച്ച് വല്ലാതെ വൈറലായല്ലോ. ഒരു ജാനകി ഓംകുമാർ, റസാഖ്, നവീൻ റസാഖ്. അപ്പൊ അവിടെ മറയിട്ടിട്ടാണ് കുട്ടികളെ എന്ത് പഠിക്കുക? MBBS, നാളത്തെ ഡോക്ടർമാർ. ഒളിച്ചു. നാളെ തന്റെ മുമ്പിൽ വരുന്ന വ്യക്തി രോഗിയാണോ അല്ലയോ എന്ന് നോക്കി അവർക്ക് ചികിത്സകൾ നിർണയിക്കാനുള്ള ഭാവിയിലെ ഡോക്ടർമാർ മറയിട്ട് പഠിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ എന്ത് നിങ്ങൾക്ക് മനസ്സിലായി? ഇവരുടെ മുമ്പിൽ വരുന്ന നാളത്തെ കാഫിറുകളായിട്ടുള്ള ആളുകൾക്ക് ഇവർ ഏത് രൂപത്തിലാണ് ചികിത്സ നിർണയിക്കുന്നത്? അപ്പോൾ ഇനിയിപ്പോൾ ഹലാൽ ചികിത്സാ കേന്ദ്രങ്ങൾ അല്ലേ, അതും നമ്മൾ കാണേണ്ടി വരും. കാരണം ഒരു ഭാഗത്ത് ലേഡീസ് ഓൺലി, അതും മുസ്ലിം ജെൻസ് ഓൺലി. മറ്റവര് കാഫറുകൾ എല്ലാവരെയും ചികിത്സിച്ചോട്ടെ, കുഴപ്പമൊന്നുമില്ല. അതൊന്നും നമ്മുടെ നാട്ടിൽ ഇനി വരത്തില്ലെന്നൊന്നും പറയാൻ പറ്റത്തില്ല കേട്ടോ. അതൊക്കെ നമ്മുടെ നാട്ടിൽ വരും. ഇപ്പോ ചെങ്കോട്ടയിലെ ബോംബ് സ്ഫോടനത്തില് ചാവേറായി പ്രവർത്തിച്ചു എന്ന് കരുതുന്ന ഡോക്ടർ ഉമർ നബി
താൻ പഠിച്ചിരുന്ന ഫരീദാബാദിലെ അൽഫല യൂണിവേഴ്സിറ്റിയിൽ താലിബാൻ മോഡൽ ഭരണം, രീതി, നിയമങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിച്ചിരുന്നു എന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. അങ്ങനെ ഒരാൾ വിചാരിച്ചാൽ നടപ്പിലാക്കാൻ പറ്റുന്നു? വരാൻ ഒരാളല്ലല്ലോ, വലിയ ഒരു വിങ്ങല്ലേ ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നത്. ഒരു ദേശീയ മാധ്യമമാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. കോളേജിലെ വിദ്യാർത്ഥികളും ജീവനക്കാരും ഇത്തരത്തിലുള്ള വേദനിക്കുന്ന അനുഭവങ്ങളാണ് പങ്കുവച്ചത് എന്ന് റിപ്പോർട്ടിൽ വ്യക്തമാകുന്നു. ഡോക്ടർ ഉമർ നബി കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ആയിരുന്നു. അപ്പോൾ ചിലപ്പോൾ അയാൾക്ക് മത നിയമങ്ങളൊക്കെ കൊണ്ടുവരാൻ പറ്റിയേക്കാം. ഉമർ നബി ക്ലാസ്സിൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ചിരിക്കാൻ പാടില്ല എന്നും അവർക്കിടയിൽ ഒരു മറ വേണമെന്നും വാശി പിടിച്ചിരുന്നു എന്നാണ് വിദ്യാർത്ഥികൾ വെളിപ്പെടുത്തുന്നത്. ഇവനൊക്കെ പഠിച്ച് ഡോക്ടറായാല് ഇവന്റെയൊക്കെ മുമ്പിൽ വരുന്ന കാഫിറുകളെ കുത്തിവെക്കാൻ റൈസിൻ എന്ന മെഡിസിൻ വികസിപ്പിച്ചെടുത്തെന്ന് വാർത്തയിൽ കണ്ടില്ലേ? 36 മണിക്കൂർ മുതൽ 76 മണിക്കൂർ വരെ മാത്രം ജീവിച്ചിരിക്കും ഈ മെഡിസിൻ ഇഞ്ചക്ട് ചെയ്ത് കഴിഞ്ഞാൽ. മരണകാരണം പോലും അറിയാൻ പറ്റില്ല. ഭക്ഷണത്തിലോ പാനീയത്തിലോ കലർത്തിയാൽ അതിന്റെ ടേസ്റ്റ് പോലും തിരിച്ചറിയാൻ പറ്റില്ല. ഇവനൊക്കെ പിടിക്കപ്പെട്ടത് എന്ത് നന്നായി അല്ലേ? പിടിക്കപ്പെട്ടിട്ടില്ലായിരുന്നെങ്കിൽ എത്ര മനുഷ്യരുടെ ജീവനുകൾ ഇവർ അപഹരിക്കുമായിരുന്നു. അപ്പോ ഇദ്ദേഹത്തിന്റെ എല്ലാ വാക്കുകളില്, പ്രഭാഷണങ്ങളില്, ക്ലാസുകളിലൊക്കെ താലിബാൻ ഭരണത്തെ, അവരുടെ നിയമത്തെ വാനോളം പുകഴ്ത്തി പറഞ്ഞിരുന്നു എന്നാ ഇപ്പൊ കുട്ടികൾ പറയുന്നത്. ആ മോഡല് കോളേജിൽ നടപ്പിലാക്കാൻ ഇയാൾ ശ്രമിച്ചത്രേ. ക്ലാസ്സുകളിൽ ആൺകുട്ടികളും പെൺകുട്ടികളും സാധാരണ നിലയിൽ ഒരുമിച്ചാണ് ഇരിക്കാറ്. എന്നാൽ ഡോക്ടർ ഉമർ നബി അത് സമ്മതിച്ചു. ഡോക്ടർ ക്ലാസ്സിൽ എത്തിക്കഴിഞ്ഞാൽ ഞങ്ങളെ വെവ്വേറെ ഇരുത്തുമായിരുന്നു എന്നാണ് MBBS വിദ്യാർത്ഥികളുടെ പ്രതികരണം. കോളേജിലെ ഹോസ്റ്റലിലാണ് ഉമർ താമസിച്ചിരുന്നതെന്നും അദ്ദേഹം അന്തർമുഖനായിരുന്നു എന്നും വിദ്യാർത്ഥികൾ പറയുന്നു. വളരെ പ്രതീക്ഷയോടെയാണ് കോളേജിലെത്തിയതെങ്കിലും ക്ലാസ്സുകൾ ഒരിക്കലും മെച്ചപ്പെട്ടിരുന്നില്ല എന്നും പ്രാക്ടിക്കലുകൾ പോലും സമയത്ത് നടത്തിയിരുന്നില്ല എന്നുമാണ് കുട്ടികൾ വെളിപ്പെടുത്തുന്നത്. തീവ്രവാദത്തിന്റെ പിന്നാലെ പോകുമ്പോൾ ഇവരെവിടെയാ ക്ലാസ്സുകൾ കൊടുക്കാൻ സമയം? ഈ സ്ഫോടനത്തിന് ശേഷം ആശുപത്രിയിൽ എത്തുന്ന രോഗികളുടെ എണ്ണം കാര്യമായി കുറഞ്ഞു എന്ന് ജീവനക്കാർ ചൂണ്ടിക്കാണിക്കുന്നു. ഉമർ പഠിപ്പിക്കാൻ മിടുക്കനായിരുന്നില്ല എന്നും ഡോക്ടർ ഷഹീൻ സെയ്ദ് മികച്ച അധ്യാപികയായിരുന്നു എന്നും വിദ്യാർത്ഥികൾ പറഞ്ഞു. ഡോക്ടർ ഷഹീൻ സെയ്ദ് എന്ന് പറയുന്ന ലേഡി പാകിസ്ഥാൻ ഭീകര സംഘടനയായിട്ടുള്ള ജയ്ഷെ മുഹമ്മദിലേക്ക് എത്തിച്ചത് ഫരീദാബാദിലെ അൽഫല യൂണിവേഴ്സിറ്റിയിലെ ജീവിതമാണ് എന്നാണ് നിഗമനം. ഈ പെണ്ണ് അവിടെ വന്നതോടുകൂടിയാണ് ഈ തീവ്രവാദത്തിനോട് അനുഭാവം തോന്നിയത്. അങ്ങനെയാണ് തീവ്രവാദ സംഘത്തിലേക്ക് ഇവളെത്തുന്നത്. അപ്പോ ബ്രെയിൻ വാഷിങ്ങിന് ശക്തമായും നിരന്തരമായും ഈ പെണ്ണൊരുത്തി വിധേയായിരുന്നു. ജയ്ഷയുടെ വനിതാ റിക്രൂട്ട്മെന്റ് വിഭാഗമായിട്ടുള്ള ജമാഅത്തുൽ മൊമീനാത്തിന്റെ മൊമീനാത്ത് എന്നാണ് മലയാളത്തിൽ പറയുമ്പോൾ പറയാട്ടോ. ജമാഅത്തുൽ മൊമീനാത്ത് എന്ന് പറഞ്ഞാൽ മുഅ്മിൻ, അതായത് സത്യവിശ്വാസിനികളായിട്ടുള്ള സ്ത്രീകളുടെ കൂട്ടായ്മ. ഇങ്ങനെ ഒരു സംഘടന രൂപീകരിച്ച് അതിലെ ഇന്ത്യൻ മേധാവിയായിട്ടാണ് ഈ ഷഹീൻ സെയ്ദ് എന്ന് പറയുന്ന കൊടും തീവ്രവാദിനി പ്രവർത്തിച്ചത്. ഇവര് പാകിസ്ഥാൻ ഭീകരരുമായി നിരന്തരം ബന്ധം സ്ഥാപിച്ചിരുന്നു എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്ന് എത്ര സ്ത്രീകളെയാണ് ഭീകര സംഘടനയിലേക്ക് ഈ ഷഹീൻ എന്ന് പറയുന്ന ഭീകരി റിക്രൂട്ട് ചെയ്തു തുടങ്ങിയത് എന്ന കാര്യങ്ങൾ NIA അന്വേഷിച്ചു തുടങ്ങിയിട്ടുണ്ട്. വിവാഹമോചനത്തിന് ശേഷം ഈ ഷഹീന ഒറ്റപ്പെട്ടു. ഇതിനിടയിലാണ് ഫരീദാബാദ് അൽഫല യൂണിവേഴ്സിറ്റിയിൽ അധ്യാപികയായിട്ട് എത്തുന്നത്. ഈ സമയം ഭീകര ഗ്രൂപ്പുകളുമായി ബന്ധം തുടങ്ങാൻ ഒരു സാഹചര്യം ഉണ്ടായി. യൂണിവേഴ്സിറ്റിയിലെ ഈ ഷഹീൻ എന്ന് പറയുന്ന പെണ്ണടക്കമുള്ള 3 ഡോക്ടർമാർ ജയ്ഷെ മുഹമ്മദുമായി നേരിട്ട് ബന്ധമുള്ളവരാണ് എന്ന് അന്വേഷണ ഏജൻസികൾക്ക് ലഭിക്കുന്ന സൂചനകളിൽ കാറിൽ അത്യാധുനികമായിട്ടുള്ള തോക്ക് കണ്ടെത്തിയതാണ്
ഷഹീന എന്ന് പറയുന്ന ലേഡിയെ കുടുക്കിയത്. ഇവരുടെ അറസ്റ്റിന് പിന്നാലെയായിരുന്നു ചെങ്കോട്ടയ്ക്ക് സമീപത്തെ ഉഗ്ര സ്ഫോടനമുണ്ടായത്. അതായത് ഉമർ നബി വലിയ രൂപത്തിൽ വർക്ക് ചെയ്തു. അള്ളാഹുവിനോട് പ്രതിജ്ഞ എടുത്തിട്ടല്ലേ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. അപ്പോ ഇവള് കാർ ഓടിച്ചു പോകാം, സ്ഫോടക വസ്തുക്കൾ ഇവളുടെ കാറിൽ കൊണ്ടുപോകാം, ഇവളും മറ്റൊരാളും അങ്ങനെ 32 കാറുകളിലായി പൊട്ടിത്തെറിക്കാനാണ് തീരുമാനിച്ചിരുന്നത്. ഈ കൊടും ഭീകരി ആദ്യം ഡൽഹിയിൽ ഉഗ്രസ്ഫോടനം, ഇവള് പിടിക്കപ്പെട്ടു. അപ്പോൾ ഇവള് നൽകിയ സന്ദേശം അനുസരിച്ചിട്ടാണ് അടുത്തത് പൊട്ടിത്തെറിക്കാൻ തയ്യാറായി നിന്ന കാറുകളിൽ പലതും പൊട്ടിത്തെറിക്കും. കണ്ടുപിടിക്കും എന്ന് മനസ്സിലായപ്പോൾ, പിടിക്കപ്പെടുമെന്ന് മനസ്സിലായപ്പോൾ അള്ളാഹുവിന് വേണ്ടി ഒഴിഞ്ഞുവെച്ച ജീവിതം അവരങ്ങ് സമർപ്പിക്കുകയായിരുന്നു. ഈ ഭീകരന്മാരെ പറയുമ്പോൾ ആർക്കൊക്കെയോ വന്നിട്ട് കുരു പൊട്ടുന്നുണ്ടല്ലേ. സാരല്ല, ആർക്കൊക്കെ അനില ഉണ്ടല്ലോ, അനില കൊടുത്തോളൂ. ഇവിടെ ഇവരുടെ പേരുകൊണ്ട് തിരിച്ചറിയാമെന്ന് പറഞ്ഞില്ലേ? അതെ. ഇവരുടെ വേഷം കൊണ്ട് തിരിച്ചറിയാമെന്ന് പറഞ്ഞില്ലേ? അതെ. ഇവരുടെ സംസ്കാരം കൊണ്ട് തിരിച്ചറിയാമെന്ന് പറഞ്ഞില്ലേ? സംശയമില്ല, അങ്ങനെ തന്നെ. തട്ടം കാണുമ്പോൾ പേടി തോന്നുന്നുണ്ടോ? ഉണ്ട് കൊച്ചേ കുഞ്ഞൈഷ, ഉണ്ട് കൊച്ചേ. നിന്റെയൊക്കെ തട്ടത്തിൽ തീവ്രവാദമുണ്ട്. നിന്റെയൊക്കെ വേഷത്തിൽ, നിന്റെയൊക്കെ മധുരം കലർന്ന സംസാരത്തിനിടയിലുണ്ട് ഈ ക്യാൻസർ മതത്തിന്റെ വിഷബാധ. ഇതിലെല്ലാത്തിലുമുണ്ട്. അപ്പോൾ ഈ തീവ്രവാദികളെയും ഈ ഭീകരന്മാരെയും പൂട്ടാൻ ഇന്ന് ഈ രാജ്യത്തിന്റെ ഭരണാധികാരികൾക്ക് സാധിക്കും. അതുകൊണ്ടാണല്ലോ പൊട്ടിത്തെറിക്കുന്നതിന് മുമ്പ് തന്നെ ഇവരെയൊക്കെ പിടിക്കാൻ പറ്റുന്നത്. ഒരു പക്ഷേ ഇവരെ ഇന്ന് പിടിക്കാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ ഈ നാടിന്റെ പല ഭാഗങ്ങളും പൊട്ടിച്ചിതറിത്തെറിക്കുമായിരുന്നില്ലേ? അല്ലേ? ഫ്രാൻസില്, സ്വീഡനില്, മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ എന്തൊക്കെയാ ഇവര് ചെയ്യുന്നത്? കുടിയേറ്റക്കാരാണ് എന്ന് ചിന്തിക്കാതെ ഇവരുടെ ഈ മത തീവ്രവാദവും അന്യമത വിരോധവും ഇവർ നടപ്പിലാക്കുക. കാരണം ഇവർക്ക് ഈ ഭീകരതകളില്ലാതെ, ഈ തീവ്രവാദങ്ങളില്ലാതെ ഇവർക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. കാരണം ഇത് ഈ മതം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്കാരത്തിൽപ്പെട്ടതാണ്. ഭീകരതയില്ലാതെ. കാരണം ഈ 6-ാം നൂറ്റാണ്ടിന്റെ ഗോത്ര കിതാബല്ലേ ഇവര് മുറുകെ പിടിക്കുന്നത്. ആ കിതാബിൽ പറഞ്ഞിരിക്കും പ്രകാരം ആ മുസ്ലിങ്ങളെയൊക്കെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരികയോ അതല്ലെങ്കിൽ ഇല്ലാതാക്കുകയോ ചെയ്യേണ്ടത് ഇവരുടെ ബാധ്യതകളല്ലേ? അല്ലെ? പല രാജ്യങ്ങളിലേക്കും വലിഞ്ഞു കയറിയിട്ട് നമ്മൾ വലിഞ്ഞു കയറി വന്നവരാണെന്ന് പോലും ചിന്തിക്കാതെയാണ് ഇവരിതൊക്കെ ചെയ്തു കൂട്ടുന്നത്. ഫ്രാൻസിന്റെ വടക്കൻ തീരത്തുള്ള കടൽ തീര പട്ടണങ്ങളിലെ താമസക്കാര് ഇപ്പോൾ വല്ലാത്ത ഭീതിയിലാണ്. കുറച്ചു മതി നഞ്ചെന്തിന് നന്നാഴി എന്ന് ചോദിക്കാറില്ലേ? ഇവര് തുലോം തുച്ഛമാളുകൾ മതി മറ്റുള്ളവരുടെ കൂടി സ്വൈര ജീവിതത്തിന് വിഘാതം സൃഷ്ടിക്കാൻ. കുടിയേറ്റക്കാരുടെ സംഘങ്ങളെ നേരിടാൻ പോലീസ് ഒരുപാട് നിയന്ത്രണങ്ങൾ കർശനമാക്കിയിട്ടുള്ള സാഹചര്യത്തിലാണ് സാധാരണക്കാരായിട്ടുള്ള ജനജീവിതം ദുസ്സഹമായി മാറുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഇംഗ്ലീഷ് ചാനൽ കടക്കാൻ ശ്രമിക്കുന്നതിന് മുമ്പ് കുടിയേറ്റക്കാർ ബീച്ചുകളിൽ കാത്തിരിക്കുമ്പോൾ ഗ്രേവ് ലൈൻസ്, അതുപോലെ ഗൺകീർക്ക്, കാലൈസ് തുടങ്ങിയ സ്ഥലങ്ങളിലെ താമസക്കാർ നിയമ ലംഘനങ്ങൾ അവിടെയൊക്കെ വർദ്ധിച്ചു വരുന്നതായിട്ട് റിപ്പോർട്ട് ചെയ്യും. അവിടെയൊക്കെ കുടിയേറ്റക്കാരുടെ ആധിക്യം ഇപ്പോൾ വർദ്ധിച്ചിട്ടുണ്ട്. കുടിയേറ്റക്കാർ തിങ്ങി താമസിക്കുന്ന പ്രദേശങ്ങളിൽ
സ്വന്തം രാജ്യത്തു മതം പിടിമുറുക്കിയപ്പോൾ നിൽക്കക്കള്ളിയില്ലാതെ പലായനം ചെയ്യപ്പെടേണ്ടി വന്ന ആളുകൾ പ്രാണരക്ഷാർത്ഥം ഓടിക്കേറിയ രാജ്യങ്ങളിൽ പക്ഷേ തലയിൽ മതവുമായിട്ടാണ് കയറി വന്നത്. ചെറിയ ബോട്ടുകളില് അനധികൃത കുടിയേറ്റക്കാർ എത്തുന്ന ഈ ഗ്രേവ് ലൈൻസിലെ ഒരു താമസക്കാരൻ മാധ്യമങ്ങളോട് പറഞ്ഞത്,